ഈ പല ആൾക്കാരും പറയും നമ്മൾ ഈ വിശ്വാസികളെ കുറിച്ച്, ഞാൻ ഈ അടുത്തിടെ എഴുതിയ ഒരു പോസ്റ്റാണ്. അതായത് കാനഡയിലെ എസൻസ് ഗ്ലോബൽ അവരൊരു മീറ്റ് നടത്തിയിരുന്നു. ഞാനത് കഴിഞ്ഞ് ഇട്ടൊരു പോസ്റ്റാണ്, ഞാനൊന്ന് വായിക്കാം. കാക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്ക തന്നെ. കാക്ക ഇല്ലാത്ത നാട്ടിൽ കർക്കിടകബലി ഇടാതെ ഉറങ്ങാനാവാത്തവർ ഉണ്ട്. ന്യൂസിലാൻഡിലൊക്കെ പോയി ബലി ഇട്ടിട്ട് പടം എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത സിനിമാ താരങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു. അവർക്ക് കഴിയില്ല ഇടാതിരിക്കാൻ. ഓക്കെ, കാക്കയില്ലാത്ത നാട്ടിൽ കർക്കിടകബലി ഇടാതെ ഉറങ്ങാനാവാത്തവർ, ശരീരത്തിൻ്റെ സുഗന്ധം ശരീഅത്ത് കൊണ്ട് വീർപ്പ് മുട്ടി കാഫറുകളുടെ നാട്ടിൽ അഭയം തേടി അവിടെ ശരീഅത്തെത്തിക്കാതെ ശ്വസിക്കാനാവില്ലെന്ന് നിലവിളിക്കുന്നവർ, വിശ്വാസമാലിന്യങ്ങൾ വിതറി വീർപ്പ് മുട്ടിക്കുന്ന പാതിരിക്കൂട്ടത്തെ വിട്ടൊഴിഞ്ഞ് വിദേശത്ത് ചേക്കേറി അതേ വെള്ളക്കാരെ വിളിച്ച് കൂട്ടി പള്ളി കെട്ടുന്നവർ, നോക്കുകൂലി കണ്ട് നിലവിളിച്ച് ക്യാപിറ്റലിസ്റ്റ് നരകങ്ങളിലെത്തി ജീവിതം പച്ചപിടിപ്പിക്കുമ്പോൾ അവിടെയും സോഷ്യലിസ്റ്റ് കൃഷി ഇറക്കാതെ കൈത്തരിപ്പ് മാറില്ലെന്ന് ഉന്മാദിക്കുന്നവർ, കുടിയേറുന്ന മതവിശ്വാസികൾ എല്ലായ്പ്പോഴും എല്ലായിടത്തും ചെയ്യുന്നത് ഒരേ കാര്യമാണ്: കൈയൊഴിഞ്ഞ ജീവിത പരിസരങ്ങളെ കുടിയേറിയ ഇടങ്ങളിൽ പുനഃസൃഷ്ടിച്ച് അവിടെയും ചക്ര മത നരകങ്ങൾ തീർക്കുക. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു, ഇവിടെ നിന്നത് കളഞ്ഞിട്ടായിരിക്കും ഓടുന്നത്. ഇട്ടെറിഞ്ഞിട്ട് ഓടുന്ന ആ സംഗതി ഉണ്ടല്ലോ, എന്തിൽ നിന്നാണോ നിങ്ങൾ ഇറങ്ങി ഓടുന്നത് അതിൻ്റെ വേറൊരു സ്ഥലത്ത് കൊണ്ട് നിങ്ങൾ പുനഃക്രമീകരിക്കും. ഇതാണ് ഈ വിഷം ഒരിക്കലും മായുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ കാനഡയിൽ ചെന്നാലും ഓസ്ട്രേലിയയിൽ ചെന്നാലും ഇംഗ്ലണ്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഇവിടെ നിന്ന് പോകുന്ന മലയാളികൾ എന്താ ചെയ്യുന്നതെന്ന് അന്വേഷിച്ച് നോക്കും. ഇവിടെ ഒരു കൊച്ചു കേരളം ഉണ്ടാക്കുകയാണ്, ഒരു കൊച്ചു തമിഴ്നാട് അവിടെ ഉണ്ടാക്കുകയാണ്, കൊച്ചു പള്ളി ഉണ്ടാക്കുകയാണ്, മോസ്ക് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഇവരെ ഇവിടെ വിളിച്ചുകൊണ്ട് വരികയാണ്, ചെങ്കിരിയെ പോലെ അവരവിടെ വിളിച്ചുകൊണ്ട് വന്ന് ഓരോന്ന് ചെയ്യുന്നു. ബാക്കിയുള്ളവരെല്ലാം നോക്കുകയാണ്, പ്രൊസഷൻ നടത്തുകയാണ്, അടുപ്പ് കൂട്ടുകയാണ്, പൊങ്കാല ഇടുകയാണ്. പൊങ്കാല ഇടുമ്പോൾ അവിടെ ഫയർഫോഴ്സൊക്കെ നോക്കണം, ഇതെന്താണ് ഇത്, കൂട്ടപ്പൊങ്കാല, നഗരത്തിന് തീയിടുന്നു. ഇവർ യഥാർത്ഥത്തിൽ കൾച്ചറുമായിട്ട് അങ്ങ് ബന്ധിപ്പിക്കുകയാണ്. ഇതാണ് കൾച്ചർ എന്നത്. കൾച്ചർ എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് എന്നുള്ള ഒരു നരേറ്റീവാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ കാര്യം നോക്കണം, അവർ കൾച്ചർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ പല വർജ്യമായിട്ടുള്ള പല കാര്യങ്ങളുടെയും ഒരു സമാഹരണമാണ്. കാരണം അല്ലാത്തതിനെ കൾച്ചർ എന്ന് പറഞ്ഞ് സംരക്ഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാവും, അത് അല്ലാതെ തന്നെ അതിജീവിക്കും, സ്വന്തം കാലിൽ തന്നെ പോകുന്നതാണ്, സ്വയം അതിജീവിക്കുന്നവയാണ് നമ്മളുടെ സംസ്കാരത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള വേണ്ട ധനാത്മകമായ കാര്യങ്ങളെ നിങ്ങൾ പുഷ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ അന്ധവിശ്വാസപരമായ പിന്നാക്കപരമായിട്ടുള്ള റിഗ്രസീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ പുഷ് ചെയ്യണം, പൊളിറ്റിക്കൽ അജണ്ട. അതാണ് ഇവിടെ നടക്കുന്നത്.